ഹലോ ഗായ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പാർലറൊക്കെ എങ്ങനെ പെഡിക്യൂർ ചെയ്യുന്നത് എന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് പെഡിക്യൂർ ചെയ്യുന്നത് സിന്ധുജിയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അസറ്റോൺ വെച്ചിട്ട് നമ്മുടെ നെയിൽ പോളിഷും നമ്മുടെ അഴുക്കും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ നെയിലിൽ. അപ്പോൾ നമ്മളിത് പെഡിക്യൂർ ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ, നമ്മൾ സ്റ്റുഡൻസാണ്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം നെയിൽ പോളിഷ് എല്ലാം ക്ലീനാക്കി വെക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലായിട്ട് നമ്മൾ ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ പോർഷൻ അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് 10 ഡ്രോപ്സ് ഒഴിച്ചു. പിന്നെ ഡെറ്റോൾ ഒഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ മാനിക്യൂർ പെഡിക്യൂർ ഷാമ്പു ഉണ്ടല്ലോ, അതൊരു 10 ഡ്രോപ്സ് ഒഴിക്കണം. പിന്നെ അതിനുശേഷം ഉപ്പുണ്ടല്ലോ, നമ്മുടെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നെയിൽ കട്ടർ വെച്ചിട്ട് നെയിൽ മുറിക്കുക. നെയിലിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ വേണ്ടത്. അതിനുശേഷം നമ്മൾ ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നല്ലതുപോലെ 3 to 5 മിനിറ്റ്സ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തെടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നുണ്ടേ. പിന്നീട് ഇത് ഓറഞ്ച് ഫുഡ് സ്റ്റിക്കാണ്. അതിൽ കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് അതിലൊഴിച്ചതിന് ശേഷം നമ്മുടെ നെയിലിൻ്റെ ഇടയിലുള്ള അഴുക്കിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെയിലിൻ്റെ സൈഡിലും നെയിലിൻ്റെ അകത്തും അഴുക്കുണ്ടാവും. എന്നിട്ട് ഇത് ക്യൂട്ടിക്കൽ ക്രീമാണ്. അത് നമ്മൾ എല്ലാ നെയിലിലും ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ. വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് നമ്മുടെ നെയിലിൻ്റെ ഇടയിലുള്ള ഡെഡ് സെൽസ് എല്ലാം എടുത്ത് കളയുക കേട്ടോ ചെയ്യേണ്ടത്. എല്ലാ സെൽസ്, അതായത് ഡെഡ് സെൽസ് ഉണ്ടാവും, അതെല്ലാം എടുത്ത് കളയുക. പിന്നെ നമ്മുടെ ക്യൂട്ടിക്കൽ കട്ടർ വെച്ചിട്ട് നെയിലിൻ്റെ ഇടയിലുള്ള അതായത് അതിൻ്റെ ആ സൈഡിലുണ്ടാവുമല്ലോ ഡെഡ് സെൽസ്, അതെല്ലാം ക്ലീൻ ആക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ക്യൂട്ടിക്കൽ കട്ടർ വരുന്നത്. എന്നിട്ട് ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ്ബറാണ്. സ്ക്രബ്ബ് വന്നിട്ട് പെഡിക്യൂർ സ്ക്രബ്ബ് കിട്ടും, അതിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് 3 to 5 മിനിറ്റ്സ് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് വിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലതുപോലെ സ്ക്രബ് ചെയ്യാം. ഇത് വന്നിട്ട് സ്ക്രബ്ബർ ടൂളാണ്. പാദത്തിൻ്റെ അടിയിൽ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യൂമിക് സ്റ്റോണാണ്. അത് വന്നിട്ട് നമ്മുടെ ഈ കല്ല് നമ്മൾ ഉരയ്ക്കത്തില്ല, അതിന് പകരം നമ്മുടെ പാദത്തിൻ്റെ സൈഡ് മൊത്തം നമ്മൾ ഇത് വെച്ചിട്ട് തേച്ച് ക്ലീൻ ആക്കുക. പിന്നെ ഇത് ബ്രഷാണ്. ഇത് ബ്രഷിൻ്റെ കാലിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം വളരെ സോഫ്റ്റായിട്ട് മാത്രം നമ്മളിത് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് കഴുകി കളഞ്ഞ ശേഷം മസാജിങ് സ്റ്റെപ്പാണ്. മസാജിങ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് മസാജിങ് ക്രീം നമ്മൾ കാലിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ മസാജിങ് സ്റ്റെപ്പ് കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ മസാജ് ചെയ്യരുത്. അപ്പോൾ നമ്മളതെന്ന് വെച്ചാൽ ഓരോ മസാജിങ് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ കാല് ഓരോ പ്രഷർ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് വേണം നമ്മുടെ 6 ആഗ് മോഡലിലും അങ്ങനെ കുറേ മസാജും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ ഓരോ പ്രഷർ പോയിൻറ്റ്സും വരുന്നുണ്ട്. സോ നമ്മളത് വളരെ സൂക്ഷിച്ച് മാത്രം ഓരോ പോയിൻറ്റും പ്രസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഇത് രക്തഓട്ടം കൂടുതൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കയറി വലുതായിട്ടൊന്നും പ്രഷർ ചെയ്യരുത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മാത്രം ഈ ഒരു സ്റ്റേജ് നമ്മൾ കൈകാര്യം ചെയ്യുക. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് ടൈറ്റായിട്ടുള്ള പാൻറ്റ്സ് അങ്ങനെ ഒന്നും തന്നെ ഇടരുത്. ലൂസായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് വേണം ഇട്ടിരിക്കാൻ. കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ രക്തയോട്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നിട്ട് ഇറുകിയ ഡ്രസ്സ് ഇട്ടിരിക്കുവാണെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. സോ ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. അതിനുശേഷം നമ്മളത് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പാക്ക് ഇട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് നമ്മൾ ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നെയിൽ സെപ്പറേറ്ററാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെയിൽ പോളിഷ് ആവത്തില്ല. ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഇതെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇതാണ് കേട്ടോ.
അപ്പോൾ കാലിലെ അഴുക്കൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.